അമേരിക്കയിലെ ഡെമനാലി പർവ്വതത്തിൽ കുടുങ്ങിയ മലയാളി പർവ്വതാരോഹകൻ ഷെയ്ഖ് ഹസൻ ഖാന്റെ രക്ഷാദൌത്യത്തിൽ ഇടപെട്ട സർക്കാർ മുഖ്യമന്ത്രിയുടെയും ധനകാര്യമന്ത്രിയുടെയും ഓഫീസുകൾ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് പത്തനംതിട്ട MP ആന്റോ ആന്റണി വിദേശകാര്യമന്ത്രിക്ക് കത്ത് നൽകി. ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യൻ സൈന്യത്തെ അഭിനന്ദിക്കാൻ പതാക നാട്ടാനുള്ള ദൌത്യത്തിനിടെയാണ് ഷെയ്ഖ് ഹസൻ കുടുങ്ങിപ്പോയത്. AV ജയശങ്കർ പത്തനംതിട്ടയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ഷെയ്ഖ് ഹസനെ എത്തിക്കാനുള്ള അല്ലെങ്കിൽ രക്ഷപ്പെടുത്തി കൊണ്ടുവരാനുള്ള നടപടികളിലേക്ക് ഇപ്പോൾ സംസ്ഥാന സർക്കാർ കൂടി ഇടപെടുകയാണ്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ തന്നെ കേന്ദ്രവുമായി സംസാരിച്ചു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. എന്താണ് അതിന്റെ വിശദാംശങ്ങൾ? വീട്ടിലാണ് നമ്മളുള്ളത്. അദ്ദേഹത്തിൻ്റെ ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് എന്തായാലും ഉന്നത ഇടപെടലുകൾ ഇപ്പോൾ ഉണ്ടാകുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസും ധനകാര്യമന്ത്രിയുടെ ഓഫീസും ഒപ്പം തന്നെ ആന്റോ ആന്റണി MPയുടെ ഓഫീസും ഈ വിഷയത്തിൽ നിലവിൽ ഇടപെട്ടിട്ടുണ്ട്. ഈ ആന്റോ ആന്റണി MPക്ക് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിലവിൽ മറുപടി ലഭിച്ചിരിക്കുന്നു. അതായത് ഈ വിഷയത്തിൽ ഒരു അടിയന്തര നിരീക്ഷണം വിദേശകാര്യ മന്ത്രാലയം ആരംഭിച്ചിരിക്കുന്നതാണ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്ന മറുപടി. എന്തായാലും ഒരു ഉന്നത ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാകുന്നു. എന്തായാലും അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ നമ്മോടൊപ്പം ഉണ്ട്. ഇപ്പോൾ സർക്കാർ ഏജൻസികളൊക്കെ ഇടപെടുന്നുണ്ട് ഈ വാർത്തയ്ക്കൊക്കെ പിന്നാലെ. അതൊരു ആശ്വാസം പകരുന്ന കാര്യമല്ലേ? അതെ അതെ അതന്നെ. ഉമ്മ കൂടി ചേരുന്നുണ്ട്. ഉമ്മ ഒന്ന് സംസാരിക്കണം എന്നാണ് നമ്മുടെ ഒരു ആഗ്രഹം. ഇപ്പം എന്താ അവസ്ഥ, എന്താ കാര്യങ്ങളെന്നൊക്കെ അറിയണം എന്നുണ്ട്. ഇനിയിപ്പോൾ പെട്ടെന്ന് അങ്ങനെ ഒരു സൗകര്യം ഒരുക്കപ്പെടുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും എല്ലാവരും ഇപ്പം അറിഞ്ഞ് ഇപ്പോഴാണ് വന്നത്. എല്ലാം ഉണ്ടാവും നല്ലതായിട്ട്. ശരി. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെടുന്നുണ്ട്, MP വിളിച്ചിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ ആരെങ്കിലും വിളിച്ചിരുന്നു, നമ്മളെ ആരെങ്കിലും ബന്ധപ്പെട്ടിരുന്നു? ഇപ്പോൾ BJPക്കാർ വന്നായിരുന്നു. അവർ പറഞ്ഞിട്ടുണ്ട്, ചന്ദ്രശേഖര സാറിനെ അറിയിച്ചിട്ടുണ്ട്. MP വിളിച്ചിരുന്നു? ഇല്ല, MP പിന്നെ നമ്മുടെ MP ആന്റോ ആന്റണി വിളിച്ചിരുന്നു. ഞാൻ സംസാരിച്ചായിരുന്നു. നമുക്ക് വേണ്ടതൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഒന്നും പേടിക്കണ്ട, എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞു. ഫോണിൽ സംസാരിച്ചാൽ മതിയല്ലേ? ഞാൻ മോനൊന്ന് സംസാരിച്ചാൽ മതി ഞങ്ങളോട്. അത് വേറെ ഒന്നും വേണ്ട. കുഞ്ഞൊന്ന് സംസാരിച്ചാൽ മതി. അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും മോൻ്റെ കാത്തിരിക്കുക ഞങ്ങൾ. ഉമ്മ രാവിലെ മുതലൊന്നും കഴിച്ചില്ല എന്ന് പറയുന്നത് കേട്ടോ? കഴിച്ചില്ല. ഇപ്പോഴൊരു ശകല വെള്ളം എടുത്ത് കുടിച്ചതേ ഉള്ളൂ. ഒന്നും കഴിച്ചില്ല. ഇവരെ അറിഞ്ഞത് 9 മണിക്ക്. അതിന് ശേഷം വെള്ളം പോലും കുടിച്ചില്ല. എന്തായാലും ഒരു ഉമ്മ ഇവിടെ മകന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. ആ മകനുമായി ഒന്ന് സംസാരിക്കണമെന്ന് മാത്രമാണ് ഇപ്പോൾ ആ ഉമ്മയ്ക്കൊരു ആഗ്രഹമുള്ളത്. എന്തായാലും സമാനമായ രീതിയിലുള്ള ദൗത്യങ്ങൾ ചെയ്ത് മലകളും കുന്നുകളും ഒക്കെ കയറി പരിചയമുള്ളൊരു വ്യക്തിയാണ് ഇപ്പോൾ എന്തായാലും അമേരിക്കയിൽ ഇത്തരത്തിലൊരു പർവ്വത നിരയിൽ അകപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് അത്തരത്തിലൊരു തിരിച്ചു വരുമെന്നുള്ള, ആരോഗ്യവനായി തന്നെ തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. മറ്റ് ആശങ്കയില്ല. പക്ഷേ മകനുമായി ഒന്ന് സംസാരിക്കണം. അങ്ങനെ സംസാരിച്ചാൽ വലിയ ആശ്വാസമാകുമെന്ന് ഉമ്മ പറയുന്നു. ഉമ്മ രാവിലെ മുതൽ നമ്മൾ ഉച്ചയ്ക്കൊക്കെ വന്ന ഘട്ടത്തിലൊന്നും കഴിക്കാതെയാണ് നമ്മളോടൊക്കെ സംസാരിച്ചത്. അല്പസമയം മുമ്പാണ് അല്പം ഭക്ഷണമൊക്കെ കഴിച്ചത്. എന്തായാലും ഇടപെടൽ ഉണ്ടാകട്ടെ. എത്രയും പെട്ടെന്ന് അവരുടെ പൊന്ന് മകൻ ഇങ്ങോട്ട് തിരിച്ചു വരാനുള്ള നടപടികൾ ബന്ധപ്പെട്ട അധികാരികൾ ഒരുക്കട്ടെ. പ്രജിൻ. യെസ്, അമ്മയാണ്. സ്വാഭാവികമായിട്ടും ദുഃഖവും സങ്കടവും ഒക്കെ ഉണ്ടാകും. പക്ഷേ ഷെയ്ഖ് ഹസൻ ഒരു പ്രശ്നമില്ലാതെ തിരികെ എത്തും. അതിനുള്ള ഇടപെടലുകളൊക്കെ തന്നെ അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട്.